പൊട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു. ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ. മാളു, മോള് ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരാം. വേണ്ട അമ്മ. കുഞ്ഞമ്മ ഫുഡ് ഉണ്ടോ? ഉണ്ട് മോളെ, മോളിരിക്കേ. അമ്മ അതിങ്ങടുത്ത് ഞാൻ ഉണ്ടാക്കിയതാ. അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. സാരമില്ല കുഞ്ഞമ്മ, വീട്ടിലുണ്ടാക്കിയ ഫുഡല്ലേ. ഇപ്പൊ നിന്റെ പ്രശ്നം മാറിയോ? വീട്ടിലെ ഭക്ഷണമല്ലേ കഴിക്കുന്നു. വീട്ടിലെ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാ നീ തന്നെ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. പോവാ പോവാ. ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അമ്മ. പിന്നില്ലേ, ഇത്രയും സന്തോഷമുള്ള കാഴ്ച ഇനി വേറെ എന്ത് വേണം? ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാ. ഇല്ലടി മരുമോളെ, സ്വന്തം മോള് പോലും അവളുണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിക്കിപ്പോ വേണമെങ്കിൽ നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാം. ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? പിന്നെ എനിക്ക് നിന്റെ ഈ അവസ്ഥ കാണാൻ പറ്റുമോ? ഏട്ടത്തി, ഞാൻ ഉണ്ടാക്കിയ ഫുഡ് വേണോ? ഏട്ടത്തിയുടെ മോളും ഇപ്പൊ ഇതാ കഴിക്കുന്നെ. കഴിച്ചു നോക്ക്. കഴിക്കുന്നില്ലേ? എന്താടി, എന്ത് പറ്റി? ചേച്ചി, മാളു എന്നോട് നേരെ ചൊവ്വ മിണ്ടുന്ന പോലുമില്ല. ഞാൻ ഭക്ഷണം എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവള് കഴിക്കാൻ കൂട്ടാക്കിയില്ല. 5 എടുത്തു കൊടുത്തതാ കഴിച്ചത്. എനിക്ക് മടുത്ത് ചേച്ചി. ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക. അവക്ക് പോലും എന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ ആർക്ക് വേണ്ടി എവിടെ നിൽക്കുന്നത്? എങ്ങോട്ട് പോവാൻ? അങ്ങനെ പോയാൽ നിനക്ക് നിന്റെ മക്കളെ വേണ്ടേ? പറയേ. അവർക്ക് അവരുടെ അച്ഛൻ്റെ കൂടെ നിൽക്കാനാ ഇഷ്ടം. എങ്കിൽ പിന്നെ ഞാനെന്തിനാ തടയുന്നു? നീ ഒന്ന് പോയാ അവണി. നീ ഒരു കാര്യം ചെയ്യും, നീ മാളുവിന്റെ അടുത്ത് കാര്യമെല്ലാം പറയും. അപ്പൊ മനസ്സിലാവുമല്ലോ. ഞാനും അത് ആലോചിക്കാതില്ലേ ചേച്ചി? അതിന് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിന്റെ അച്ഛനും അമ്മയും വിചാരിക്കുന്നതിലും കാര്യമുണ്ട്. രഘു ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ എല്ലാവരും എന്ത് കരുതും എന്ന് നീ വിചാരിക്കുന്നതിലും കാര്യമുണ്ട്. ശരിയാ. പക്ഷെ മാളുവിന്റെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും. അവൾ നിന്റെ കൂടെ നിന്ന് അതല്ല നല്ലത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല് അവള് ചെറിയ കുഞ്ഞല്ലേ. അങ്ങേര് ചോദിച്ചാ അവള് സത്യം മുഴുവൻ വിളിച്ചു പറയും. പിന്നെ എന്റെ അച്ഛനെ പറ്റിയും അമ്മയെ പറ്റിയും ഇവിടെ ഉള്ളവർ എന്തൊക്കെ കഥകൾ മെനഞ്ഞുണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല ചേച്ചി. എനിക്കൊന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ വയ്യ. അതും ശരിയാണ്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് ആലോചിച്ചിട്ട് എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം. മാളുവിനെ അങ്ങനെ എന്തായാലും ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞാൽ അവൾ വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ആലോചിക്കാം, നീ വിഷമിക്കാതെ. നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ ആവണേ? ഇതിനകത്തൊരാൾ കിടപ്പില്ലേ? ഏത് നേരവും കരച്ചിലും പിടിച്ചിലും. സന്തോഷമായിട്ടിരിക്കും. Rega, rega, maga.
ഗമ മദ